പല പേരൻസും ചോദിക്കുന്ന സംശയങ്ങളിലൊന്നാണ് കുട്ടിക്ക് അലർജി. ജനിച്ച അന്നു മുതൽ അലർജിയുടെ ലക്ഷണങ്ങളുണ്ട്, തുമ്മലുണ്ട്, മൂക്കൊലിപ്പുണ്ട്, മൂക്കടപ്പുണ്ട്. ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കുമോ? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ തുമ്മലും മൂക്കൊലിപ്പും മൂക്കടപ്പും എല്ലാം അലർജി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചികിത്സ തുടങ്ങുന്ന സമയത്ത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ ചെയ്ത് നമ്മുടെ കുട്ടിയുടെ അസുഖം അലർജിയാണോ അലർജി അല്ലയോ എന്ന് തീർച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മരുന്ന് കഴിക്കുന്നതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് നിർദ്ദേശിക്കുന്ന സമയത്ത് നിർദ്ദേശിക്കുന്ന അത്രയും കാലം തുടർച്ചയായി കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലരും അലർജിയുടെ ലക്ഷണങ്ങളായ തുമ്മലും മൂക്കൊലിപ്പും ഒക്കെ ഒന്ന് കുറഞ്ഞാൽ തന്നെ അലർജി മാറി എന്ന വിചാരത്തിൽ മരുന്ന് നിർത്താറുണ്ട്. ഇത്തരം ആളുകളിൽ പലപ്പോഴും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അലർജിയുടെ ലക്ഷണങ്ങളെല്ലാം പഴയ പോലെ തിരിച്ചു വരാറുമുണ്ട്. അതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയം 3 മാസമാണെങ്കിൽ 3 മാസം, 6 മാസമാണെങ്കിൽ 6 മാസം കൃത്യമായി മരുന്ന് കഴിച്ച് അലർജിയുടെ ലക്ഷണങ്ങളെല്ലാം മാറിയ ശേഷം മാത്രം മരുന്ന് നിർത്താൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം ജനറൽ മാനേജ്മെന്റ് ആണ്. പലപ്പോഴും അലർജി ഉള്ള രോഗികളോട് കുറച്ച് കാര്യങ്ങൾ, ചില ഭക്ഷണങ്ങൾ കഴിക്കണം, ചില ഭക്ഷണങ്ങൾ കഴിക്കരുത്, ഇന്ന സമയത്ത് കുളിക്കണം, ഇന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം തുടങ്ങിയ ജനറൽ മാനേജ്മെന്റ് പറയാറുണ്ട്. ഇതുകൂടി കൃത്യമായി പാലിച്ചാൽ ഏത് കുട്ടിയുടെ അലർജിയും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ഹോമിയോപ്പതിയിലൂടെ സാധിക്കും.